നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആഗ്രഹത്തോടുകൂടി 1947 മഞ്ഞരിക്കുന്ന മാത്യൂസ് ദേവാലയ സമർപ്പിക്കപ്പെട്ടു. 1949 ഡിസംബർ മാസം 15-ാം തീയതി ഇന്ത്യയുടെ ദർശിക്കുന്ന സുഖമായ തിരുമനസിന്റെ കൈകളാൽ പാഴംപൊടിപ്പള്ളിയിൽ വെച്ച് കോർവിയോ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടു. അവിടെ മുതലെയാണ് ബഹുമാനപ്പെട്ട വലിയച്ഛന്റെ ജീവിതം മുഴുവനായിട്ട് മാറ്റപ്പെടുന്നത്. നല്ല ഒരു സുറിയാനി പണ്ഡിതൻ, അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ 7 വൈദികരുടെ കണ്ണിലൊണിയായ ഒരു കൊച്ചു ശമാശനായിട്ട് മധ്യരേഖയിൽ വിളയാടിക്കൊണ്ടിരുന്നു. സഭയുടെ വൈദിക ട്രസ്റ്റിയായ അതിന് വലിയ ഒളിക്കപ്പെട്ട P.P. ജോസഫ് കോറപ്പിസ്കോപ്പ അച്ഛന് ഒരിക്കൽ പറയുകയുണ്ടായി. പറയപ്പെട്ടതായ ഉദ്രാപോലിക്കാരോടൊപ്പം നേതൃത്വം നൽകപ്പെടുവാൻ കഴിവുള്ള ഒരു അച്ഛനുണ്ട്. വാഴപ്പെട്ട P.J. ജോസഫ് കോറപ്പിസ്കോപ്പായിലെ അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ മഞ്ഞരിക്കില് യാക്കൂബ് റബ്ബാന്റെ നേതൃത്വത്തിൽ, അതായത് പാടപ്പെട്ട യാക്കൂബ് യൂലിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ റബ്ബാച്ചാണ്. മഞ്ഞരിക്കിലെ 40 ശുപാർശന്മാർ വൈദികൃതിയിലേക്ക് പഠനം ആരംഭിക്കുകയും 2 റബ്ബാന്മാരും യൂലിയോസ് ബാബായുടെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ സേവനമനുഷ്ഠിക്കപ്പെടുമ്പോൾ ഒരു കൂതായുടെ നേതൃത്വം ഇതിന്റെ റബ്ബാച്ചൻ, മറ്റൊരു കൂതായുടെ നേതൃത്വം ഒരു കൊച്ചു ജോസഫ് ശുപാർശനമാണ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് കോട്ടയം മുതൽ വടക്കോട്ടുള്ള പള്ളികളിൽ ബഹുമാനപ്പെട്ട മഞ്ഞരിക്കരയിൽ ആ കൊച്ചു ശുപാർശനം നൽകിയിരുന്നു. അവിടെ മുതൽ സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഏടുകളിലൂടെ നടന്നു. അതിന്റെ ഭാഗമായി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. 1950 ജോസഫ് അച്ഛന്റെ കാലഘട്ടം അന്ന് പറഞ്ഞിട്ടുണ്ട്. 1959 ജൂൺ മാസം 14-ാം തീയതി ഞായറാഴ്ച തന്റെ കുടുംബ ജീവിതത്തിന്റെ ആരംഭമായി സഹകരണീയായിട്ടുണ്ട്. 1959 ജൂലൈ മാസം 12-ാം തീയതി മഞ്ഞരിക്കയിൽ വെച്ച് യൂലിയോസ് ബാബായിൽ നിന്ന് ഭൂമശുപാർശപ്പെട്ടു. അദ്ദേഹം തന്നെ ആ ബാബാതിരുമനസ്സുകൊണ്ട് തന്നെയാണ് യോസേഫിനെ ശുപാർശപ്പെട്ടത്. 1959 ജൂലൈ മാസം 15-ാം തീയതി ബുധനാഴ്ച കശീശ സ്ഥാനത്തേക്ക് തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് വയലിപ്പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. മുതൽ തന്റെ ഒരു ആചാര്യ ജീവിതം ആരംഭിച്ചുകൊണ്ട് ഈ ഇടവകയിൽ വികാരികളെ സേവനമനുഷ്ഠിക്കുവാനൊക്കെ നടന്നു. എനിക്ക് 2 വർഷക്കാലം പള്ളികളിൽ സേവനമനുഷ്ഠിക്കുവാൻ ഇടയായി. അങ്ങനെ 1959 ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച ഈ ഇടവകയിൽ പുത്തൻ കുർബാന അർപ്പിച്ചു. നല്ലൊരു ആശംസയും നൽകി നമ്മെ
സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നേ ഒരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നേ ഒരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.